ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. അതിനുശേഷം ഇതൊരു ഭീകരാക്രമണമാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. അഭിലാഷ് ചേരുന്ന വിവരങ്ങളും. അഭിലാഷ്, എന്തായാലും യോഗം ആരംഭിച്ചു എന്ന് കരുതാം. അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാകുമോ? ഇതൊരു ഭീകരാക്രമണമാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളതിൽ ഒരു ഉത്തരം നമുക്ക് ലഭ്യമാകുമോ? ഭവ്യ, തീർച്ചയായും ഇപ്പോൾ NIA ഉദ്യോഗസ്ഥരടക്കം ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥരടക്കം പ്രധാനപ്പെട്ട ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരടക്കം ഇന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. അതിനുശേഷം അവർ ചർച്ച നടത്തിയ ശേഷമാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളും നടപടികളും ഉണ്ടാവുക. അതിലെന്തായാലും ഇതൊരു ഭീകരാക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ നമുക്ക് മറ്റ് സംശയങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മുടെ ഔദ്യോഗിക വൃത്തങ്ങൾ അത് സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്കത് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അമിത്ഷായുമായുള്ള മീറ്റിംഗിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചതിന് ശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനം നമ്മുടെ ഇപ്പോൾ ആ യോഗം 11 മണിയിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഇവിടുന്ന് ഈ ബ്ലാസ്റ്റ് നടന്ന മേഖലകളിൽ നിന്ന് ലഭിച്ച സാധനങ്ങൾ ED അടക്കമുള്ള ബ്ലാസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ അത് നീട്ടിവെച്ചത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം ഈ ഡോക്ടർ ഉമർ അഹമ്മദ് എന്ന് പറയുന്ന ആളുടെ 2 സഹോദരങ്ങളെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. അതായത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡോക്ടർ ഉമർ അഹമ്മദ് എന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ 2 സഹോദരങ്ങളെയും അമ്മയെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അഭിലാഷ്, ഉമർ മുഹമ്മദിലേക്ക് തന്നെ അന്വേഷണം പോകുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയാണ് ഭവ്യ. ഇപ്പോൾ ഉമർ അഹമ്മദിനെ ചുറ്റുപറ്റി തന്നെയാണ് അന്വേഷണം പോകുന്നത്. കാരണം പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് ഇയാളാണെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്തരത്തിൽ അയാളുടെ കുടുംബാംഗങ്ങളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഡോക്ടർ മുസമ്മിൽ ഗനൈലിനെ പിടിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഡോക്ടർ ഉമർ അഹമ്മദിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അയാളെ പിടികൂടുന്നതിന് മുമ്പ് അയാൾ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ അയാളുടെ അമ്മയെയും 2 സഹോദരങ്ങളെയും കൂടി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇയാൾ മാത്രമല്ല, ഡോക്ടർ മുഹയുദ്ദീൻ എന്ന് പറയുന്ന ഒരാളെ കൂടി ഗുജറാത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. അതായത് ഒരു ഡോക്ടർമാരുടെ ഒരു ശൃംഖല ഇത്തരത്തിൽ ഇന്ത്യയിൽ പലയിടങ്ങളിലും ആക്രമണം നടത്താനായിട്ട് പദ്ധതിയിട്ടിരുന്നു എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് പുറത്തു വരുന്നത്. സാധാരണ സമൂഹത്തിൽ വളരെ ഡിഗ്നിറ്റി ലഭിക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്ടർമാർ. അവർ വലിയ രീതിയിലുള്ള സാമൂഹ്യ സേവനം നടത്തുന്നവരാണ്. പക്ഷേ അവരുടെ ആ പേരുപയോഗിച്ച് പലരും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, ഈ പുൽവാമയിലെ താരിഖ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളാണ് ഈ കാർ, ഈ 4 പേർ കൈമറിഞ്ഞ് വാങ്ങിയ കാർ അവസാനം വാങ്ങിച്ചത് താരിഖ് എന്ന് പറയുന്ന ആളാണ്. അയാൾ കൂടി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അയാളെ ചുറ്റിപ്പറ്റിയും അന്വേഷണമുണ്ട്. ഇതിൽ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, ഇവർക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണോ എന്നുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ടും ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം സൈഫി എന്ന് പറയുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു കമാൻഡർ ഈ കഴിഞ്ഞ 30-ാം തീയതി ഇന്ത്യക്കെതിരെ വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യയിൽ വലിയൊരു സ്ഫോടനം നടത്താനായിട്ട്, ഇന്ത്യയിൽ പലയിടങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താനായിട്ട് ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡറായിട്ടുള്ള ഹാഫിസ് സയ്യിദ് പദ്ധതിയിടുന്നു. അയാൾ ബംഗ്ലാദേശിലിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ പദ്ധതികൾ നടത്തുന്നുവെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി ഭീഷണിയായിട്ടൊരു മുന്നറിയിപ്പ് നൽകിയ ആളായിരുന്നു ഈ സൈഫി. സൈഫുള്ള സൈഫി അയാൾ ഈ ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള സംഘടനകൾക്ക് ഇതിന്റെ പിന്നിൽ ബന്ധമുണ്ടോ എന്നുള്ള രീതിയിൽ പല തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൽ ഈ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളെന്ന് പറയുന്നത് ഇപ്പോൾ ജീവനോടെ പിടികൂടിയിരിക്കുന്ന മുസമ്മിൽ ഗനിൽ, അതുപോലെ ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടർ, അതുപോലെ മൊഹയുദ്ദീൻ എന്ന് പറയുന്ന ആൾ, അതുപോലെ അദീൽ മജീദ് റാത്തർ എന്ന് പറയുന്ന ആൾ, അതുപോലെ ഇപ്പോൾ ഈ മുസമ്മൽ ഗനയിലിന് താമസ സൗകര്യം ഒരുക്കി കൊടുത്ത ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഹരിയാനയിലെ ഫരീദാബാദിലെ ഒരു ഇമാം എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരിൽ നിന്നുള്ള ആദ്യം പിടികൂടിയ 2 പേരിൽ നിന്നുള്ള ചോദ്യം ചെയ്യലിൽ നിന്നാണ് കൂടുതൽ ഡോക്ടർമാരിലേക്ക്, കൂടുതൽ ഈ കൂട്ടത്തിൽ ആസൂത്രണം നടത്തിയ ആളുകളിലേക്ക് എത്തിയത്. അങ്ങനെ 2560 കിലോ അമോണിയം നൈട്രേറ്റ് അടക്കം കണ്ടുപിടിച്ചിരിക്കുന്നു. 360 കിലോ എക്സ്പ്ലോസീവ്സ്, സ്ഫോടന വസ്തുക്കൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ടൈമറുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അതായത് ടൈം ബോംബൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ട മറ്റ് സാധനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു രാജ്യമൊട്ടാകെ പല സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ആക്രമണത്തെ കേന്ദ്രത്തിന്, നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് രാജ്യത്തെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും പക്ഷേ ഒരു പഴുത് അവിടെ വിട്ടുപോയപ്പോൾ ചെങ്കോട്ടയിലെ
ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ അവർ പോയി സ്ഫോടനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അവർ ചാന്ദിനി ചൗക്കാണ് ലക്ഷ്യമിട്ടത് എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഡൽഹി പോലീസിന്റെ നിഗമനം ഇങ്ങനെയാണ്. അതായത് മുസമ്മിൽ ഗനയിലും ഷഹീനും അടക്കമുള്ള സംഘം പല രീതിയിൽ പലയിടത്ത് ഇത്തരത്തിൽ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഒരു സ്ഫോടനം നടത്തുന്ന അവർ അതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുസമ്മൽ ഗനയിലിനെ പിടികൂടുന്നത്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളെ പിടികൂടിയപ്പോൾ ഉണ്ടായ പാനിക്കിലാണ് ഇത്തരത്തിൽ ഇത്രയും വേഗം തങ്ങൾ ഈ പദ്ധതി നടപ്പാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഉമർ അഹമ്മദ് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. വളരെ വേഗം പ്ലാൻ ചെയ്ത ഒരു സംഭവമായിരുന്നു. ഇതിൽ നിന്നും വലിയ രീതിയിൽ എന്തോ നടത്താൻ അവർ പദ്ധതി ഇട്ടിരുന്നു. പക്ഷേ ഒപ്പമുണ്ടായിരുന്നവരെ പിടികൂടിയപ്പോൾ ഉണ്ടായ പാനിക്കിലാണ് ഇത്തരത്തിൽ ഉമർ അഹമ്മദ് തന്നെ നേരിട്ട് ഇറങ്ങി ഇത്തരത്തിലൊരു അപകട ബ്ലാസ്റ്റ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഡൽഹി പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇതിൽ വേറെ എന്തോ വലുതവർ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷെ അതെല്ലാം നിർവീര്യമാക്കാനായിട്ട് നമ്മുടെ സേനയ്ക്ക്, നമ്മുടെ സുരക്ഷാ സേനയ്ക്ക്, നമ്മുടെ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള സംഘടനകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുമ്പുണ്ടെന്ന് അവർക്ക് ഇതിന്റെ പിന്നിൽ അവിടെയാണ് അഭിലാഷ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് കനത്ത മറുപടി ഉണ്ടാകും, മറുപടി നൽകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ആ ഒരു വീഡിയോ പ്രചരിച്ചത്. ലഷ്കർ ഇ തോയ്ബയുടെ നേതാവ് ഞങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, ഇവിടെ അലസനായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് മുൻപിലുള്ളത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വലിയ ആക്രമണം നടന്നത്. അതിനും ഇതുമായി ബന്ധമുണ്ട് എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ടോ? ഒപ്പം ഈ ഉമർ അഹമ്മദിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാമല്ലേ? ഇയാളുടെ വീട്ടിലെ ആളുകളെയൊക്കെ അന്വേഷണ സംഘം വളഞ്ഞ സാഹചര്യത്തിൽ തീർച്ചയായും ഭവ്യ, ഇതിൽ അന്വേഷണം പല രീതിയിലാണ് നടക്കുന്നതെങ്കിലും ഇതിൻ്റെ മുഖ്യ കണ്ണികളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ ഉമർ അഹമ്മദ് അടക്കമുള്ള ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടാളികളായിട്ടുള്ള 4 പേരടക്കം ഇവരാണ് പ്രധാനപ്പെട്ട കണ്ണികൾ. ഇവരിലൂടെ ഈ അന്വേഷണം എവിടെ ചെന്നെത്തും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ഇന്ന് ഇതുവരെ നിലവിലൊരു ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും നമ്മുടെ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വയ്ക്കാത്തത്. കാരണം ഇതിൽ കൂടുതൽ എന്തൊക്കെയോ ആസൂത്രണങ്ങളുണ്ട്, ഇതിൽ എന്തൊക്കെയോ വലിയ നിരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്കുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഇത് കൂടുതൽ സുരക്ഷാ കാര്യങ്ങൾ, വലിയ രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫൈഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതുവരെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് 9:30 അമിത്ഷായുമായി ഒരു മീറ്റിംഗ് പ്രഖ്യാപിച്ചിരുന്നത്, നടത്തുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ആ 9:30 മീറ്റിംഗ് 11 മണിയിലേക്ക് നീട്ടിയിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് വ്യക്തമാകുന്നത് ഇത്തരത്തിൽ കൂടുതൽ എന്തൊക്കെയോ പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ട് തന്നെ ആവും ഒരുപക്ഷെ ഇന്ന് അമിത്ഷായുമായിട്ടുള്ള മീറ്റിംഗ് മാറ്റിവെച്ചത് 11 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ആ മീറ്റിംഗ് നടക്കും. നിർണായകമായ ആ മീറ്റിംഗിന് ശേഷം എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇന്ദിരാഗാന്ധി വിമൻ യൂണിവേഴ്സിറ്റി, ഡൽഹി വിമൻ യൂണിവേഴ്സിറ്റി 65ഓളം ഡ്രോണുകൾ ഡൽഹി പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങൾ മുകളിൽ നിന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ 65ഓളം ഡ്രോൺ ക്യാമറകൾ നൽകിയിരിക്കുന്നത്. ആ ഡ്രോൺ ക്യാമറകൾ വെച്ച് ഇപ്പോൾ ഡൽഹി മുഴുവൻ നിരീക്ഷണത്തിലാണ്. പ്രധാനപ്പെട്ട ഈ ചെങ്കോട്ട അടക്കമുള്ള മെട്രോ സ്റ്റേഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി മാത്രമല്ല, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ബീഹാർ തുടങ്ങി ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാർ അടക്കം പ്രധാനപ്പെട്ട എല്ലായിടങ്ങളിലും വലിയ രീതിയിലുള്ള സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. പഞ്ചാബിലും ഹരിയാനയിലും അടക്കം വലിയ രീതിയിലുള്ള സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് 2560 കിലോ അമ്മോണിയം നൈട്രേറ്റ് ആണ്, സ്ഫോടക വസ്തുക്കളാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇവരല്ലാതെ ഈ ഇപ്പോൾ പിടിയിലായവരും കൊല്ലപ്പെട്ടതെന്ന് കരുതപ്പെടുന്നതുമായിട്ടുള്ള ആൾക്കാരല്ലാതെ അതിൽ കൂടുതൽ ആളുകൾ ഇതിലുണ്ടോ, ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ കാറിലുണ്ടായിരുന്നത് ഈ കൊല്ലപ്പെട്ടെന്ന് കരുതപ്പെടുന്ന ആൾ തന്നെയാണോ എന്നറിയാനുള്ള DNA, നമ്മൾ സംശയിക്കുന്ന ആൾ തന്നെയാണോ എന്നറിയാനുള്ള DNA ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. NIA ഉണ്ട്, CRPFിൻ്റെ സുരക്ഷയുണ്ട്, അതുപോലെ ഡൽഹി പോലീസിൻ്റെ അന്വേഷണമുണ്ട്. അങ്ങനെ വ്യാപകമായ രീതിയിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല അമേരിക്കയുടെ പ്രസ്താവന വന്നിരിക്കുന്നു. ഇന്ത്യയിൽ നടന്ന ഈ ഒരു ആക്രമണത്തിൽ എല്ലാ സഹായങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇതിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഒരു
ശക്തികൾ ഈ ഒരു ആക്രമണത്തിന് പിന്നിലുണ്ടെങ്കിൽ അവരെ പിടികൂടാനായിട്ട് ഇന്ത്യക്ക് സ്വാഭാവികമായും വിദേശ രാജ്യങ്ങളുടെ സഹായം വേണ്ടിവരും. CIA അടക്കമുള്ള ഏജൻസികൾ, അമേരിക്കൻ ഏജൻസി CIA അടക്കം ഇതിൽ ഒരുപക്ഷെ ഇടപെട്ടേക്കാമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആളുകൾ മുസമ്മിൽ ഗനയിൽ അയാളടക്കമുള്ള ആളുകളുടെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ ഫോണുകൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അയാളുടെ അമ്മയും സഹോദരങ്ങളെയും അടക്കം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ എന്തായാലും ലഭിക്കുക. അതുമാത്രമല്ല ഫരീദാബാദിലെ ഇമാമായിട്ടുള്ള ഇർഫാൻ അഹമ്മദ് പിടിയിലാണ്. അയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. അയാളാണ് ഈ മുസമ്പിൾ ഗനയിൽ എന്ന് പറയുന്ന ആൾക്ക് താമസിക്കാനായിട്ട് ഇടം കൊടുക്കുന്നത്. പുൽവാമ സ്വദേശിയാണ്. ഇയാൾ ഒരു ഡോക്ടറായിട്ടാണ് ഹരിയാനയിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ഇവരെല്ലാം ഈ മുസമ്മിലും ഷഹീനും മൊഹീദ്ദീനും അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഒത്തുചേർന്നത്, ഇവരെങ്ങനെയാണ് പരസ്പരം കണ്ടുമുട്ടിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇതിൽ രാജ്യത്തിന് പുറത്തുള്ള ഏതെങ്കിലും സംഘടനകൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാവുന്നത്. ഭവ്യ, അതാണ് എന്തായാലും വൈകുന്നേരം ഏറെ തിരക്കുള്ള സമയത്തായിരുന്നു ഈ സ്ഫോടനം എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ടയും ഡൽഹിയിലെ ജമാ മസ്ജിദും സന്ദർശിക്കാനെത്തുന്നവരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് ഈ ആക്രമണം നടന്ന വൈകുന്നേരങ്ങളിലായതിനാൽ തന്നെയാണ്. ഈ സമയം നോക്കി ആസൂത്രിതമായി നടത്തിയ സ്ഫോടനമെന്ന് പോലീസ് ഇപ്പോൾ നിഗമനത്തിലെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി നടന്ന ബ്ലാസ്റ്റ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഈ പൊട്ടിത്തെറിക്ക് പിന്നിൽ ആരാണ് എന്നുള്ളതിലേക്കാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത്. പക്ഷേ ഏകദേശം ഒരു ഉറപ്പിലേക്ക് അന്വേഷണ സംഘം പോകുന്നു നമുക്ക് ഈ സമയത്ത് പറയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അപ്പോൾ പോലും ഈ ഭീകരാക്രമണ സാധ്യത പരിശോധിച്ചു വരികയാണ്. ഉമർ മുഹമ്മദിന് ഇതിലുള്ള പങ്ക് എന്ത്, ഇയാൾക്ക് പിന്നിലുള്ള സംഘടന ഏത്, ഇയാൾക്ക് പിന്നിൽ ഇനി ആരൊക്കെ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടത്. അത് വളരെ വേഗം അതിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ പ്രധാനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഏത് സാഹചര്യവും ഏത് വശവും പരിശോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ഉറപ്പ് നൽകിയ സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി ഒരു ഉന്നതതല യോഗം ചേരും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ വാർത്തയിലേക്ക് എത്താം ചെറിയൊരു ഇടവേള.